അമ്മേ അമ്മേ നാളെ അവളുടെ ബർത്ത്ഡേ അല്ലേ, എനിക്കൊരു കുറച്ച് പോക്കറ്റ് മണി തരുമോ അമ്മേ? ഒക്കെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാ. ഓ അതിനെന്താ, തന്നേക്കാട്ടോ. അതെ, അച്ഛൻ കുറെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ ഇവിടെയുള്ളതുകൊണ്ട് എടുക്കാഞ്ഞ്. ഇപ്പം ഇല്ലല്ലോ, നമുക്ക് ആ റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം, എന്നിട്ട് അടച്ചിടാം. അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല അമ്മ അവളുടെ ബർത്ത്ഡേ ആണ്. നന്നായി ഇല്ല, ഇപ്പോഴേ തുടങ്ങിയതിന് ബഹളമൊക്കെ. അമ്മ ബലൂണൊക്കെ ഇവിടെ തൂക്കിയാൽ പോരെ? മതി മതി, കുറച്ച് സമയം എടുക്കും. പെട്ടെന്ന് വരാണ്ടിരുന്നാ ഭാഗ്യം. അമ്മ അമ്മ എന്താ ഗിഫ്റ്റ് വാങ്ങിയ അവൾക്ക്? ഒരു ജോഡി ഡ്രസ്സ് എടുത്ത്. ഇതൊക്കെ എപ്പോ? ഇന്നലെ ഇന്നലെ ഏച്ചൻ്റെ കൂടെ പുറത്തു പോയപ്പോൾ എടുത്താ. എന്താ അമ്മ എനിക്കൊന്നും എടുത്തില്ലേ? നിനക്കും എടുത്ത് തരാം. ഹായ് ഹായ്. ആ ഇപ്പൊ പണി നടക്കട്ടെ, ഞാൻ അടുക്കളയിൽ ചെയ്തോട്ടെ, നല്ല പണിയുണ്ട്. അമ്മ സ്പെഷ്യലൊക്കെ വേണോ? ഐസൊക്കെ ഉണ്ട്. അമ്മേ അമ്മേ അമ്മ കുറച്ച് ബിസി ആടി. എന്തേ? ഞാൻ വന്നെന്ന് പറഞ്ഞതാ. ഞാനോ? നിങ്ങൾ എവിടെ പോയതാ? അതാ, അത് ഈ വാസുവിന്റെ ഫ്രണ്ടിനെ ബർത്ത്ഡേയാ, അവൻ ഗിഫ്റ്റ് വാങ്ങാൻ എന്നെ കൂട്ടിയിട്ട് പോയതാ. നീ അങ്ങനെ ഞാൻ പറഞ്ഞോ? എന്താ ചേച്ചി? ഒന്നുമില്ലടി. ഏത് ഫ്രണ്ടാ? എന്നെ മേസി. മേസിയോ? ആ ചേച്ചി, മേസിയുടെ ബർത്ത്ഡേ ആണ്. ആ അപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോൾ മിഠായിയൊക്കെ കിട്ടും ഉറപ്പാ. ഓ അതായിരുന്നാ ചേച്ചി. ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് വരാം, ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ പറയും. സത്യം പറ വാസു, ആരുടെ ബർത്ത്ഡേ? ആ അപ്പൊ ഇവിടെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഉള്ള കാര്യം. ഞാനോർത്ത് അവള് തവിടാന്ന്. അപ്പൊ നിനക്കറിയായിരുന്നു അവളെ ബർത്ത്ഡേ ആണ്. പിന്നെ അറിയാതെ ഞാൻ അവൾക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ പോയതാ. അവൾക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് അവളെ കൊണ്ട് വാങ്ങിപ്പിച്ച് മന്തി. അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല അവളുടെ ബർത്ത്ഡേ ആണ്. അച്ചോടാ എടാ, നാളെ ഒരു 10 മണിക്ക് ഇവിടെ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട്. നീ രാവിലെ ഇങ്ങോട്ട് പോരണം കേട്ടോ. ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ അറിയിച്ചോളാം. അത് പിന്നെ പറയാനുണ്ടോ? കറക്റ്റ് സമയത്ത് ഞാൻ എത്തിയേക്കും. ഞാൻ ഗിഫ്റ്റ് ഇവിടെ വെച്ചേക്കട്ടെ. നമ്മുടെ വിളിച്ച് ഓഫീസിന് കൊടുക്കാനല്ലേ, അത് വേണ്ട, ഞാൻ വരുമ്പോ കൊണ്ടുവന്നാളാം കേട്ടോ. ശരിയപ്പാ. അമ്മേ അമ്മച്ചാ. ആഹാ അമ്മ അമ്മേ, എന്താ നല്ല മണമൊക്കെ വന്നിട്ടുണ്ടല്ലോ. എന്താ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തെടുക്കും അമ്മേ? കുറച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമായിരുന്നു മോളെ. എന്ത് സമയം ഇതൊക്കെ? നാളെ കുറച്ച് ഗസ്റ്റ് ഉണ്ട്, അവർക്കാ. എന്ത് കഷ്ടാ, ആകെ 2 ശനിയും ഞായറും കിട്ടും. അപ്പൊ എല്ലാരും കൂടി വന്നു. എന്ത് കഷ്ടമാണോ ഇതമ്മ. അവര് വരാന്ന് പറഞ്ഞു പോയില്ലേ, നീ എന്ത് ചെയ്യാൻ പറ്റും? സാരമില്ല കേട്ടോ. അതൊക്കെ പോട്ടെ അമ്മേ. അതുണ്ടല്ലോ, എന്താ ഒരു സോപ്പ്? അത് വാസോടെ ഉണ്ടമ്മ. അത് എന്തെങ്കിലും ഫുഡ് കൊടുത്താലോ? അതൊക്കെ ഞാൻ കൊടുത്താളാം. ഇത് വേറെന്തോ ആണല്ലോ, എന്താ കാര്യം പറ. അതമ്മേ, എനിക്കൊരു 600 രൂപ തരാവോ? 600 രൂപയോ? കൊച്ചു പിള്ളേർക്ക് എന്തിനാ ഇത്രയും ക്യാഷ്? അമ്മേ അതുണ്ടല്ലോ, വാസു ഒരു സൂപ്പർ പാവക്കുട്ടീനെ വാങ്ങിയമ്മേ. എന്നെ ഭംഗിയെ കാണാൻ. അതും ബാർബി. എനിക്ക് അത്തരം വാങ്ങാനമ്മേ, പ്ലീസ് അമ്മേ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടമ്മേ. ഇപ്പൊ ഒന്നും വാങ്ങണ്ട കേട്ടോ അമ്മ, അതെനിക്ക് വേണം. വേറെ വാശി പിടിച്ചല്ലേ, നമുക്കൊന്നും വേണ്ട കേട്ടല്ലോ. അത് അത്ര സൂപ്പറാമ്മേ, എനിക്ക് അത്ര ഇല്ല അമ്മേ, എനിക്കത് വേണം. എനിക്ക് വേണം, എനിക്ക് ആ പാവക്കുട്ടി വേണം. എനിക്ക് വേണം വാങ്ങിത്താവേ, എനിക്കത് വാങ്ങിത്താ. ആരോ നീ പൊക്ക, എനിക്ക് ആവശ്യത്തെ കൂടുതൽ പണിയുണ്ട് ഇവിടെ. നീ കിടന്ന് വാങ്ങി ഞാൻ ചട്ടുകെടുത്തടിക്കും.